അല്ല, അതല്ല ഞാൻ പറഞ്ഞത്, അവരല്ലേ പണം കൊടുത്തത്. എൻ്റെ ലാല് ഈ തോമസ് സാറിൻ്റെയും രാജേഷിൻ്റെയും പാർട്ടിക്കാർ ഒരുമിച്ച് ഭരിച്ചപ്പോൾ അത് കമ്മ്യൂണിസ്റ്റുകാരിരുന്നപ്പോൾ 5000 കോടി അവരും കൂടെ ഇരുന്നപ്പോൾ, അതിന് ശേഷമാണ് 1900 കോടി. അതിൽ 2010 900 കോടി IDBI ബാങ്ക് കൊടുക്കുന്നത്. ശരി, 2014 നിങ്ങൾക്ക് ഭരണം ജനങ്ങൾ ഏൽപ്പിച്ചു തന്നത് എന്ത് UPA സർക്കാരിനെ നോക്കി അതുപോലെ പാഠം എഴുതാനാണോ നിങ്ങൾക്ക് ജനസമ്മതി തന്നത്? അതെല്ലാം തിരുത്തി വരുമെന്നാണല്ലോ നിങ്ങൾ ജനങ്ങളോട് പറഞ്ഞത്. കള്ളപ്പണം എല്ലാം ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരുമെന്നാണല്ലോ പറഞ്ഞത്. അതിനകത്ത് നിങ്ങൾ കൃത്യമായ നിയമങ്ങൾ പാസാക്കിയോ? അതിനകത്ത് ജാഗ്രത പാലിച്ചോ? അതൊന്നും ഇല്ലാത്തത് കൊണ്ടല്ലേ പിന്നെയും കോടികളും കൊണ്ട് ഇപ്പോൾ വിജയ് മല്യയെ പോലുള്ളവർ അക്കരയ്ക്ക് പോയത്? അതെ, ലാലത് സമ്മതിച്ചതിൽ നന്ദിയുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും വാരിക്കോരി കൊടുത്തു. അതിനുശേഷം BJPക്കാർ പിടിച്ചു നിർത്തിയില്ല. ആ കുറ്റമാണ് BJPക്കാർ ചെയ്തത്. അതിന് ഈ രാജ്യത്ത് നിയമമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ കോടതി പോയത്. അതാണല്ലോ രാജേഷ് പറഞ്ഞത്, ഒരു ദിവസം 24 മണിക്കൂറിൻ്റെ സമയം ഉണ്ടായിരുന്നുവെങ്കിൽ ദുഷ്യന്തപ്പ പിടിച്ചു കെട്ടുമായിരുന്നു എന്ന് പറഞ്ഞത്. അപ്പം നിയമപരമായി കോടതിക്കൊക്കെ ഒരു പരിമിതിയുണ്ട്. കോടതിയിൽ നിങ്ങൾ എങ്ങനെയാണ് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് എന്നുള്ളതനുസരിച്ചാണ് കോടതിക്ക് അതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുക. ഞാൻ നേരത്തെ UPA സർക്കാരിനെയോ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെയോ ഒന്നും കുറ്റപ്പെടുത്തി പറഞ്ഞിട്ടില്ല, നിങ്ങളുടെ സർക്കാരിനെയും കുറ്റപ്പെടുത്തിയിട്ടില്ല. പക്ഷെ നിങ്ങൾ എന്താണ് ചെയ്തത് എന്ന് പറയാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഉത്തരവാദിത്തമുണ്ട്. അത് പറയുന്നുമില്ലല്ലോ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പഴയ സർക്കാർ ചെയ്തത് അതുപോലെ തന്നെ നിങ്ങൾ കോപ്പി അടിക്കുന്നോ എന്നായിരുന്നു എൻ്റെ ചോദ്യം. നിങ്ങൾ അതല്ല ചെയ്തത്. നിങ്ങളുടെ മുന്നിൽ വേറെ നിയമങ്ങളുണ്ട്, വേറെ നയമുണ്ട് എന്ന് പറയാൻ ജോർജ് കുര്യൻ ഇപ്പോൾ സാധിക്കുമോ? ലാൽ, SFIO ഇയാളെ ചോദ്യം ചെയ്തു. അതിൻ്റെ നടപടികൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ CBI ഈ IDBIയിൽ നിന്ന് ഈ ലോൺ കൊടുത്തതിൻ്റെ ആ തിരിമറികളെ പറ്റി അന്വേഷിക്കുകയും FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. അങ്ങനെയുള്ള നടപടികളെല്ലാം തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ, ഇയാൾ കുടുങ്ങുമെന്ന് ബോധ്യമായ അവസരത്തിൽ രാജ്യസഭ MP എന്നുള്ള ആ സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് അയാൾ രാജ്യത്തിന് വെളിയിൽ പോവുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് തടയാനായില്ല എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യം. MP രാജേഷ്, താങ്കൾ ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? ലാൽ, നിങ്ങൾ എനിക്ക് ന്യായമായിട്ടുള്ള സമയം തന്നിട്ടില്ല. അത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ ശ്രീ ജോർജ് കുര്യൻ, അദ്ദേഹത്തോട് എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല, ഇങ്ങനെ സ്വയം വിഡ്ഢിവേഷം കെട്ടി പരിഹാസ്യനായി മാറരുത്. എന്തൊക്കെയാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ചർച്ചയിൽ? 28-നാണ് മിസ്റ്റർ ജോർജ് കുര്യൻ ദുഷ്യന്താവെ നിയമോപദേശം കൊടുത്തത്. നിങ്ങളൊരു കൂസലുമില്ലാതെ തെറ്റായ കാര്യങ്ങൾ പറയാണ്. 29 അല്ല, 28-നാണ്. എല്ലാ പത്രങ്ങളിലും ഇന്ന് വന്നിട്ടുണ്ട്. 29 ഉണ്ടല്ലോ, 5-ാം തീയതിയാണ്. 24 മണിക്കൂറിനകം കോടതിയെ സമീപിക്കണമെന്നാണ് പറഞ്ഞത്. 24 മണിക്കൂർ. എന്ത് 24 മണിക്കൂറിനകം കോടതിയെ സമീപിക്കാൻ പറ്റാത്തത്? എനിക്ക് മനസ്സിലാവാത്ത കാര്യം, ജോർജ് കുര്യൻ പറയുന്നത് അദ്ദേഹത്തിന്റെ നിയമപരിജ്ഞാനമാണ് വളരെ വലുത്. ഞാൻ പറയട്ടെ, നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ വിഡിത്തെല്ലാം ഞാൻ കേട്ടുകൊണ്ടിരുന്നാണല്ലോ. ഞാൻ പറയട്ടെ, ജോർജ് കുര്യൻ ഇപ്പോഴും അഹങ്കരിക്കുന്നത് ദുഷ്യന്താവേക്കൊന്നും ഒരു നിയമപരിജ്ഞാനവുമില്ല, തനിക്ക് മാത്രമേ ഉള്ളൂ എന്നാണ്. 24 മണിക്കൂർ കൊണ്ട് കോടതിയെ സമീപിക്കണമെന്ന് ഇന്ത്യയിൽ ഏറ്റവും മുതിർന്ന ഒരു അഭിഭാഷകൻ ഇവരുടെ മേധാവികളുടെ യോഗം ചേർന്ന് 1 മണിക്കൂർ അവരുമായി ചർച്ച ചെയ്ത് കൊടുത്ത് ലീഗൽ ഒപ്പീനിയൻ തള്ളിക്കളഞ്ഞതിന് പരിഹസിക്കുകയാണ്. ജോർജ് കുര്യൻ വക്കീലിരുന്ന് പരിഹസിക്കുകയാണ് ദുഷ്യന്താവയെ. ശരി, രണ്ടാമത്തെ കാര്യം, 5-ാം തീയതിയാണല്ലോ കോടതിയെ സമീപിച്ചത്. 28-നും 5-നും ഇടയിൽ എത്ര ദിവസമുണ്ട്? ജോർജ് കുര്യൻ സൗകര്യമായിട്ട് എണ്ണീട്ട് പറഞ്ഞാൽ മതി, എത്ര ദിവസമുണ്ട്? ഈ ദിവസം ഇത്രയും നിർണായകമായിട്ടുള്ള സമയം ചില്ലറ കാര്യമല്ല, 9000 കോടിയുടേതാണ്. 9000 കോടിയുടേതാണ്. ഈ 5 ദിവസം എന്താണ് ചെയ്തത്? ഉത്തരമില്ല ജോർജ് കുര്യന്. എന്താ ഉത്തരം? പരിഹാസം, കൊഞ്ഞനം കുത്തുക. അതല്ലേ നിങ്ങളുടെ ഉത്തരം? അടുത്ത കാര്യം, വേറെ അങ്ങേയറ്റം പരിഹാസ്യമായ സ്കൂൾ കുട്ടികളുടെ നിലവാരം പോലും ഇല്ലാത്തൊരു കാര്യം ഇവിടെ പറഞ്ഞു ജോർജ് കുര്യൻ. എന്താ പറഞ്ഞത്? 2005-ലാണ് വായ്പ കൊടുത്തത്. അത് കമ്മ്യൂണിസ്റ്റുകാർ കൂടി അറിഞ്ഞിട്ടാണ്. മിസ്റ്റർ ജോർജ് കുര്യൻ, നിങ്ങൾക്കൊരു പ്രാഥമികമായിട്ടുള്ള അറിവുണ്ടാവുമല്ലോ കാര്യങ്ങളെക്കുറിച്ച്. ഒരു ബാങ്ക് ആർക്കെങ്കിലും വായ്പ കൊടുക്കുന്നത് ആ ഗവൺമെന്റിലിരിക്കുന്ന എല്ലാ ഗവൺമെന്റിനെ പിന്തുണയ്ക്കുന്ന ആളുകളുമൊക്കെ ആയിട്ട് ചർച്ച ചെയ്തിട്ടാണോ? നിങ്ങൾ ഇങ്ങനെ വിഡ്ഢിയാവാൻ പാടുമോ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട്? അന്ന് CPIM പുറത്തു നിന്ന് പിന്തുണയ്ക്കുകയാണ് ഗവൺമെന്റിനെ എന്നുള്ളത് ശരിയാണ്. എന്നാൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വായ്പ കൊടുക്കുമ്പോൾ CPIMന്റെ ജനറൽ സെക്രട്ടറിയുടെ അഭിപ്രായം തേടിയിട്ടാണോ കൊടുക്കുന്നത്? ഈ പറയുന്നതിനും സ്വയം തരം താഴുന്നതിനും ഒരു അതിരില്ലേ? എനിക്ക് നിങ്ങളോട് സഹതാപം തോന്നുന്നു ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ട്. ആളുകൾക്ക് നമ്മുടെ നാട്ടിൽ എത്ര അറിവുള്ള ആളുകളുണ്ട്, ഇതൊക്കെ അറിയുന്ന ആളുകളുണ്ടല്ലോ. അവർക്ക് നിങ്ങളെക്കുറിച്ച് എന്തായിരിക്കും തോന്നുക? ജോർജ് കുര്യൻ, താങ്കളുടെ പ്രയോഗം തിരിച്ചടിച്ചിരിക്കുകയാണ് MP രാജേഷ്.
അല്ലലാലേ അവര് ഭരണത്തിന് പിന്തുണ കൊടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് കോർപ്പറേറ്റുകൾക്ക് വാരിക്കോരി കൊടുത്തത്. രാജേഷ് മറുപടി പറയണം. കോർപ്പറേറ്റുകളെ സഹായിച്ചത് കമ്മ്യൂണിസ്റ്റുകാരുടെ പിന്തുണയോടുകൂടിയാണ്. വിജയ മല്യയെ പോലെയുള്ള കള്ളന് പേഴ്സണൽ സെക്യൂരിറ്റിയുടെ അടിസ്ഥാനത്തിൽ കൊടുത്തത്. ഇവരെന്തു നോക്കിയിരിക്കുകയായിരുന്നു? ഇവർ അന്നേരം അധികാരത്തിന്റെ ശീതളഛായയിൽ ഇരിക്കുകയായിരുന്നു. ഓ, ഞങ്ങൾ പറയാം മാഡത്തിനോട്, സോണിയ മാഡത്തിനോട്. ഓർക്കുന്നില്ലേ നമ്മുടെ മുലായം സിംഗ് യാദവിന്റെ സെക്രട്ടറിയോട് പറഞ്ഞത്? അതുപോലെ നടക്കുകയായിരുന്നു. എന്ത് നോക്കിയിരിക്കുകയായിരുന്നു? വളരെ വ്യക്തമായ ഒരു ഉത്തരം പ്രൊഫസർ കെ വി തോമസും എം പി രാജേഷും കൂടി പറയേണ്ടതുണ്ട്. അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ ഇത് ജനങ്ങളോട് ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതെ, അല്ലല്ല, ജോർജ് കുര്യന് പ്രാഥമികമായിട്ടുള്ള ധാരണ പോലും ഇല്ല എന്നുള്ളത്. വിവരക്കേട് പറയുന്നതിന് അസാമാന്യമായിട്ടുള്ള വൈഭവവും കൂസലില്ലായ്മയും ജോർജ് കുര്യൻ്റെ അതൊരു യോഗ്യതയാണെങ്കിൽ ആ യോഗ്യതയുള്ള ആളാണ് ജോർജ് കുര്യൻ. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു ബാങ്ക് ഒരാൾക്ക് വായ്പ കൊടുക്കുന്നത് രാഷ്ട്രീയ തീരുമാനമാണോ? അത് ആ ഗവൺമെന്റിനെ പിന്തുണയ്ക്കുന്ന എല്ലാ ഘടകകക്ഷികളുമായിട്ട് ആലോചിച്ച് കൊടുക്കുന്നു എന്നൊക്കെ പറയണമെങ്കിൽ വിവരക്കേടിന്റെ കൊടുമുടിയിൽ നിൽക്കുന്ന ഒരാൾക്കേ കഴിയൂ. ഞാൻ മുമ്പൊരു ചർച്ചയിൽ പറഞ്ഞു, വിവരക്കേടിന് ഒരു നോബൽ സമ്മാനം ഉണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും അർഹനാകുമായിരുന്നു ജോർജ് കുര്യൻ. അത് ഇല്ലാത്തത് വലിയ നഷ്ടമായി പോയി. പിന്നെ ഒരു കാര്യം കൂടി ഇവിടെ പറയട്ടെ. ഇവിടെ കോർപ്പറേറ്റുകളുടെ കാര്യം പറയുന്നുണ്ടല്ലോ. നിങ്ങളുടെ ഈ വർഷത്തെ ബജറ്റിൽ അരുൺ ജെയ്റ്റ്ലി അവതരിപ്പിച്ച ബജറ്റ്, റസീഡ് ബജറ്റ് എടുത്തു നോക്കൂ ജോർജ് കുര്യൻ. 6,11,000 കോടി രൂപ നിങ്ങൾ കോർപ്പറേറ്റുകൾക്ക് ഇളവ് കൊടുത്തവരാണ്. 6,11,000 കോടി രൂപ 6,11,000 കോടി രൂപ നികുതി ഇളവ് കൊടുത്തിട്ട് ഇവിടെ വന്നിരുന്ന മറുപടി പറ. കോർപ്പറേറ്റുകൾക്ക് വാരിക്കോരി സർക്കാരായിരുന്നു ജോർജ് കുര്യൻ. അതിനകത്ത് മറുപടി പറഞ്ഞല്ലോ. ലോൺ കൊടുക്കുന്നത് ആരാണെന്നുള്ള കാര്യത്തെ കുറിച്ച് എം പി രാജേഷ് മറുപടി പറഞ്ഞു. പ്രൊഫസർ കെ വി തോമസ്, ഇനി അങ്ങയുടെ ഊഴമാണ്. അങ്ങേക്കും കൂടി ഈ കാര്യത്തിനകത്തൊരു മറുപടി പറയേണ്ടതുണ്ട്. നിങ്ങളുടെ ധനകാര്യമന്ത്രിയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രധാനമന്ത്രിയാണ് ഈ UPA പുറത്തുനിന്ന് പിന്തുണച്ചതാണ് CPM പോലുള്ള ഇടതുകക്ഷികളൊക്കെ. നിങ്ങൾ അറിഞ്ഞുകൊണ്ടാണോ ഈ ലോൺ കൊടുത്തത്? വിജയ മല്യയ്ക്ക് ലോൺ കൊടുത്തതിന്റെ ഉത്തരവാദിത്വം നിങ്ങളുടെ തലയിൽ വച്ച് കെട്ടിയാൽ ഞങ്ങൾ രക്ഷപ്പെട്ടു എന്നാണ് BJP കരുതുന്നത്. അല്ല ലാലേ, അങ്ങനെയാണെങ്കിൽ നരേന്ദ്രമോദിക്കും അരുൺ ജെയ്റ്റ്ലിക്കും ഇത് ബാധകമല്ലേ? ഇവരെന്തിനാണ് 24 മണിക്കൂറും കോർപ്പറേറ്റുകൾ കൊടുക്കുന്നു? ശ്രീ ജോർജ് കുര്യൻ, ഞാൻ താങ്കളിലേക്ക് താങ്കളോടാണ് ചോദിച്ചത്. വിജയ് മല്യക്ക് 9,000 കോടി ഈ രാജ്യത്തെ കൊള്ളയടിച്ച് രക്ഷപ്പെടാൻ സൗകര്യമൊരുക്കിയവരാണ് നിങ്ങൾ. നിങ്ങളെപ്പോലെ വലിയ രാജ്യദ്രോഹികൾ വേറെ കാലഘട്ടത്തിൽ അവരുടേതായ പോളിസി അനുസരിച്ച് സാമ്പത്തിക സഹായം കൊടുക്കും. അത് UP1 കൊടുത്തിട്ടുണ്ട്, UP2 കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 30,000 കോടി രൂപയാണ് അദാനിക്ക് ഓസ്ട്രേലിയയിൽ കൊടുത്തിട്ടുള്ള ഈ ഗവൺമെൻറ് SBI വഴി. ഇപ്പോൾ ഓരോ കാലത്തും കൊടുക്കാറുണ്ട്. പക്ഷെ കൊടുത്തതിന് ശേഷം അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ്റാണ് എവിടെയെങ്കിലും പാളിച്ച പറ്റിയിട്ട് നടപടിയെടുക്കണം. ഇവിടെ എൻ്റെ ഒരു അഭ്യർത്ഥന, നടപടിയെടുക്കട്ടെ. UPA1-ൻ്റെയും UPA2-ൻ്റെയും കാലഘട്ടത്തിൽ മല്ലയ്ക്ക് ഉൾപ്പെടെയുള്ള സാമ്പത്തിക സഹായം അവിടെ പാളിച്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ, മനഃപൂർവ്വം തെറ്റ് ചെയ്തിട്ട് ആ നടപടിയെടുക്കാൻ വേണ്ടി ഈ ഗവൺമെൻറ്റിനെ കൊണ്ടുവന്നത്. എന്തിനാ നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ കൊണ്ടുവന്നത്? അധികാരത്തിൽ കൊണ്ടുവന്ന് നടപടിയെടുക്കാനാ, അല്ലാതെ ഒളിച്ചോടാനല്ല. വിജയ മല്യയ്ക്കെതിരായിട്ട് ഈ ഗവൺമെൻറ് നടപടി എടുക്കുമോ? ഇതാ ചോദ്യം. ആ നടപടി എടുക്കാൻ ഗവൺമെൻറ് തയ്യാറാണോ? നടപടി എടുക്കുന്നില്ല എന്നുള്ളതാണ് പരാതി. ഇതിൻ്റെ മുമ്പത്തെ ഗവൺമെൻറ് കാലത്ത് ധാരാളം തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. അതല്ലൊരു ഗവൺമെൻറ് എന്ന് പറയുന്നത്. ഒരു ഗവൺമെൻറ് ഒരുപാട് തെറ്റുകൾ പറ്റി, ആ തെറ്റുകൾ തിരുത്താനും അതിനെതിരായ നടപടിയെടുക്കാനുമാണ് പിന്നീട് ഒരു ഗവൺമെൻറ് അധികാരത്തിൽ ജനങ്ങൾ കൊണ്ടുവരുന്നത്. അതാണല്ലോ ജനാധിപത്യം. അല്ലാതെ മുൻപത്തെ ഗവൺമെൻറ്റാണ് കുഴപ്പമുണ്ടാക്കി, ഞങ്ങൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ല, ഞങ്ങൾ ഇപ്പോൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തന്നെ ആ നടപടി BJP സർക്കാർ എടുത്തതിനെ കുറിച്ച് അവർ ഒന്നും പറയുന്നില്ല എന്നിരിക്കുമ്പോൾ തന്നെ പ്രൊഫസർ കെ വി തോമസ്, താങ്കളുടെ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ കുഴപ്പങ്ങൾ പറ്റിയിട്ടുണ്ട് എന്ന് പരോക്ഷമായി സമ്മതിക്കുക കൂടിയാണോ താങ്കൾ? അല്ല, ഓരോ കാലത്ത് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചുള്ളൂ, ഞങ്ങളെ ബാങ്കുകളുടെ അധ്യക്ഷന്മാരെ വിളിച്ച് ചോദിച്ചു, നിങ്ങൾ എങ്ങനെ ഇത്രയും വലിയ എമൗണ്ട് കോർപ്പറേറ്റ് ഹൗസസിന് കൊടുത്തു, അടിസ്ഥാന സൗകര്യങ്ങൾ കൊടുത്തു? അവർ പറഞ്ഞു, ഓരോ
പണം അങ്ങനെ തന്നെ ആയിരിക്കും മല്ലയ്ക്കും കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഇപ്പം എന്താ സ്ഥിതി? മല്ലയ്ക്ക് കൊടുത്ത പണം നഷ്ടപ്പെട്ടിരിക്കുന്നു. അതിനെതിരായിട്ട് നടപടിയെടുക്കണം. അതാണ് ഭരണത്തിലിരിക്കുന്ന ഗവൺമെൻറ് ഉത്തരവാദിത്വം. അതല്ലാതെ ഇതിനു മുമ്പുള്ള ഗവൺമെൻറ് കൊടുത്തു ഞങ്ങൾക്കിതിൽ യാതൊരു കാര്യമില്ല എന്ന് പറയുന്നതല്ല. അത് ഉത്തരവാദിത്വം ഒഴിച്ചിട്ടല്ല, അന്വേഷിച്ച് നടപടിയെടുക്കട്ടെ. അതിൽ ആരൊക്കെയാണ് ഉത്തരവാദിത്വം, നടപടിയെടുക്കട്ടെ. അതിനാണ് ഈ ഗവൺമെൻറ് അധികാരത്തിൽ കടന്നു വന്നിട്ടുള്ളത്. ശ്രീ ജോർജ് കുര്യൻ, അത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. നിങ്ങളാണ് ഇപ്പോൾ ഭരിക്കുന്നത്. പഴയ കാര്യങ്ങൾ എന്ത് ചോദിച്ചാലും പഴയ സർക്കാരിൻ്റെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അവർക്ക് കുറ്റങ്ങൾ ഉള്ളത് കൊണ്ടാണല്ലോ അവർക്ക് പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നിരിക്കുന്നത്. നിങ്ങളിപ്പോൾ എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് ഉത്തരമുണ്ടോ? വിജയ് മല്യയെ അറസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് നിങ്ങളുടെ വീഴ്ചയല്ലേ? അദ്ദേഹത്തിന് നിന്ന് ഇനി എങ്ങനെയാണ് ഈ നഷ്ടങ്ങളൊക്കെ ഈടാക്കുക? അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കളും മറ്റ് സമ്പാദ്യങ്ങളും നേരത്തെ തന്നെ നിങ്ങൾ സീല് ചെയ്യേണ്ടതായിരുന്നില്ലേ എന്ന വലിയൊരു ചോദ്യമുണ്ട്. നിങ്ങൾ അതൊക്കെ സൗകര്യപൂർവ്വം അദ്ദേഹത്തിന് വിദേശത്തേക്ക് കടത്താനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു എന്നുള്ളത് എപ്പോഴും നിങ്ങളുടെ മേൽ ഉണ്ടാകും ശ്രീ ജോർജ് കുര്യൻ. അല്ല ലാലയിൽ സീൽ ചെയ്യാൻ വെറുതെ പോലീസുകാരൻ ചെന്നിട്ട് സീൽ ചെയ്യുകയല്ലോ. അതിന് നടപടിക്രമങ്ങളും നിയമമനുസരിച്ച് അതിന്റെ കോടതിയോ അതുപോലെയുള്ള സ്ഥാപനങ്ങളിൽ ചെന്നിട്ടല്ലേ ഇത് ചെയ്യുന്നത്. നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ആരാണ് പറഞ്ഞു തരേണ്ടത്? നിയമ ഉപദേശം പറഞ്ഞു തരുന്ന ആളുകളെയൊക്കെ നിങ്ങൾ അധിക്ഷേപിക്കുകയല്ലേ? 24 മണിക്കൂർ കൊണ്ട് കോടതിയെ സമീപിക്കണമെന്ന് പറഞ്ഞ ആളിനെ നിങ്ങൾ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയല്ലേ ശ്രീ ജോർജ് കുര്യൻ? 24 മണിക്കൂർ കൊണ്ട് കോടതിയെ സമീപിച്ചാലും ഇത്രയും ദിവസം കൊണ്ട് കോടതിയും തീരുമാനമുണ്ടാവുള്ളൂ. അത് നിങ്ങൾ സമീപിച്ചതിന് ശേഷം പറഞ്ഞാൽ മതിയല്ലോ. അല്ല, നിങ്ങൾ ഇത്രയും താമസം ഉണ്ടാകുമെന്ന് കരുതി 5 ദിവസം കഴിഞ്ഞ് കോടതിയെ സമീപിച്ചാൽ മതിയോ? ദുഷ്യന്ത ദബേക്ക് അല്ലല്ല അതല്ല, ഈ ദുഷ്യന്ത് ദബേ എന്ന് പറയുന്ന അറിയപ്പെടുന്ന മോഡി BJP വിരുദ്ധനാണ്. വക്കീൽ മാത്രമല്ല, ഏത് മീഡിയ കിട്ടിയാലും അയാൾ അപ്പോഴേ ചാടി വീഴും. ഞാൻ പറഞ്ഞതാണ്. ശ്രീ ജോർജ് കുര്യൻ, നരേന്ദ്രമോദിയെ എങ്ങനെയെങ്കിലും കുഴിയിൽ ചാടിക്കാനാണോ വിജയ് മല്യക്കെതിരെ 24 മണിക്കൂറിനകം കോടതിയെ സമീപിക്കണമെന്ന് ഈ വക്കീൽ ഉപദേശിച്ചത്? വിജയ് മല്യക്കെതിരെ കോടതിയെ സമീപിച്ചത് കൊണ്ട് നരേന്ദ്രമോദി എങ്ങനെ കുഴിയിൽ വീഴാനാണ്? അതല്ല ഞാൻ പറഞ്ഞത്. 29 ദിവസമേ ഫെബ്രുവരിയിൽ ഉണ്ടായിരുന്നുള്ളൂ. 28-ാം തീയതി പറഞ്ഞാൽ 29, 1-ാം തീയതി അദ്ദേഹം രക്ഷപ്പെട്ടെന്നാണ് പറയുന്നത് വിജയ് മല്യ. 2-ാം തീയതിയാണ്. അതുകൊണ്ട് നടപടിക്രമങ്ങൾ വളരെ കറക്റ്റായിട്ട് വന്നിരുന്നു. ഏതായാലും 1-2 ദിവസത്തിന്റെ വ്യത്യാസത്തിലാണ്. അപ്പൊ നടപടിക്രമങ്ങൾ വളരെ കറക്റ്റായി. ജോർജ് കുര്യൻ, നിങ്ങൾ കോടതിയിലേക്ക് പോകാൻ താമസിക്കുമെന്ന് വിജയ് മല്യയ്ക്ക് അറിയില്ലായിരുന്നല്ലോ? അതോ നിങ്ങൾ നേരത്തെ പറഞ്ഞു കൊടുത്തോ 5-ാം തീയതിയെ നിങ്ങൾ കോടതിയിലേക്ക് പോകൂ, അതുകൊണ്ട് 2-ാം തീയതിയെ രക്ഷപ്പെട്ടോളൂ എന്ന് നിങ്ങൾ പറഞ്ഞു കൊടുത്തോ? കോടതിയിൽ പോകാൻ താമസിച്ചിട്ടില്ല. അല്ല ലാലെ, കോടതിയിൽ പോകാൻ താമസിച്ചിട്ടില്ല. നടപടിക്രമങ്ങൾ അനുസരിച്ച് വേഗം നീങ്ങിയിട്ടുണ്ട്. കോടതി, കർണാടക ഹൈക്കോടതി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനോ അതുപോലെ തന്നെ പാസ്പോർട്ട് കണ്ടുകെട്ടാനോ തയ്യാറായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കോടതിയുടെ ഭാഗത്ത് നിന്ന്, അത് കോടതിക്ക് നിയമമുണ്ട്, അത് കോടതി ഞാൻ കുറ്റം പറയുകയല്ല, പല കാരണങ്ങളുണ്ട്. CBI കൊടുത്തിട്ടുള്ള ആളാണ് വിജയ് മല്യ. കോടതി കണ്ടുകെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഇദ്ദേഹം വിമാനത്താവളം വഴി പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ അവിടെയുള്ള ഉദ്യോഗസ്ഥർക്ക് തന്നെ ഇദ്ദേഹത്തെ തടയാൻ സാധിക്കും. ലാലെ, ഒരു കോടതിയിൽ ചെന്നിട്ട് ഇദ്ദേഹം വിദേശത്ത് പോകുന്നത് തടയണമെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ട് ഹൈക്കോടതി അംഗീകരിക്കാത്ത ഒരാളെ, ഒരു MPയെ അറസ്റ്റ് ചെയ്താൽ ഇതിൽ കൂടുതൽ ആനുകൂല്യമായിരിക്കും അയാൾക്ക് കിട്ടുക. ഇതെന്താണ് ജനങ്ങളെ കബളിപ്പിക്കാൻ നോക്കുകയാണോ? ഇതിൽ കൂടുതൽ ഇനി എന്ത് ആനുകൂല്യം കിട്ടാനാണ്? അദ്ദേഹം ഇപ്പോൾ തന്നെ കോടികളുമായി ലണ്ടനിലേക്ക് കടന്നു, ഇനി ഇന്ത്യയിലേക്ക് വരുന്ന കാര്യം പോലും സംശയമാണ്. ഇതിനേക്കാൾ ആനുകൂല്യം കിട്ടാനുണ്ടോ? അല്ലല്ല, ലാലെ പറഞ്ഞ വിഷയത്തിലേക്കാണ് വരുന്നത്. ഹൈക്കോടതി തന്നെ പറയുന്നു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അംഗീകരിക്കുന്നില്ല, അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ട് കണ്ടുകെട്ടാൻ പറഞ്ഞിട്ട് അംഗീകരിക്കുന്നില്ല. അങ്ങനെയുള്ള ആളെ ഇവിടുത്തെ ഏജൻസി അറസ്റ്റ് ചെയ്താൽ കോടതി പിറ്റേ ദിവസം വിടില്ലേ? ഈ ഹൈക്കോടതിയൊക്കെ അങ്ങനെ പറയുന്നതിന് എന്തെങ്കിലും താല്പര്യമുണ്ടോ? നിങ്ങൾക്ക് ഇത്ര ആത്മാർത്ഥതയുണ്ട്, ഹൈക്കോടതിക്ക് ആത്മാർത്ഥത ഇല്ല എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? ഈ ആത്മാർത്ഥത പ്രതിപക്ഷ കക്ഷികൾ പറയുമ്പോൾ നിങ്ങൾക്ക് സംശയവും ഉണ്ടാകുന്നു. എൻ്റെ ലാലെ ഈ രക്ഷപ്പെടാൻ വേണ്ടി അതും ഇതൊക്കെ പറയാതെ, രക്ഷപ്പെടാൻ വേണ്ടി അതും ഇതൊക്കെ പറയാതെ ഞാൻ എന്ത് പറയാനാണ്? എനിക്കെന്ത് രക്ഷപ്പെടാനാണ് ശ്രീ ജോർജ് കുര്യൻ? എന്റെ ചോദ്യത്തിന് അങ്ങ് ഉത്തരം പറയുക, ജനങ്ങൾ വിലയിരുത്തട്ടെ.
അല്ല ഞാൻ പറഞ്ഞു അതെന്തിനാ ഈ കോടതി അങ്ങനെ പറഞ്ഞോ, കോടതി ഇങ്ങനെ പറഞ്ഞോ, നിങ്ങൾ പറയുന്നതിനെതിരാണോ കോടതി? കോടതിയല്ല, കോടതി നിയമം അനുസരിച്ചല്ലേ പറഞ്ഞത്. അതനുസരിച്ച് ഈ ലാല് പറയുന്ന പോലെ കയറി പിടിക്കാൻ പറ്റില്ല. അദ്ദേഹം MP ആണ്. ഒരു എയർപോർട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കോടതി MP ആയതുകൊണ്ട് ഇത്രേ സാധിക്കുമായിരുന്നുള്ളൂ. ഇതിനേക്കാൾ ആനുകൂല്യം അദ്ദേഹത്തിന് കിട്ടുമായിരുന്നു. MP രാജേഷ്, ഒന്ന് 2 പ്രാവശ്യം എന്നെ വിവരദോഷി എന്ന് വിളിക്കും. അത് ഞാൻ വിജയിച്ചു എന്നുള്ളതാണ് ലക്ഷ്യം. വലിയ തമാശയാണ് എന്തായാലും ജോർജ് കുര്യൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല, അദ്ദേഹത്തെ വലിയ സർവജ്ഞൻ എന്ന് തന്നെ ഞാൻ വിളിക്കുകയാണ്. ഇത് പ്രേക്ഷകരെ അങ്ങനെ തന്നെ തോന്നിയിട്ടുണ്ടാവും, ഇദ്ദേഹം നല്ല സർവജ്ഞനാണ് എന്നുള്ളത് തോന്നിയിട്ടുണ്ടാവും. ഞാൻ തിരുത്തുന്നു ജോർജ് കുര്യൻ, മതിയാവുമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞത് MP ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ നാട്ടിൽ എത്രയോ MP-മാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, എത്രയോ MP-മാർ ഇപ്പോഴും ക്രിമിനൽ കേസുകളിൽ പ്രതികളായിട്ടുള്ളവരുണ്ടല്ലോ. അല്ല, രാജേഷ് ഒന്നിനും മറുപടി പറയുന്നില്ല. നിങ്ങളൊന്ന് കേൾക്കൂ, ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് 24 മണിക്കൂർ ജോർജ് കുര്യൻ വിവരദോഷി, അത്ര ഈ ചർച്ചയെ കേട്ടു. നിങ്ങൾ ആ വിവരക്കേട് പറഞ്ഞാൽ പറയാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ ഞാൻ പറയട്ടെ, ഇവിടെ വിജയ് മല്യയുടെ കാര്യത്തിൽ അദ്ദേഹം വെറും അദ്ദേഹത്തിനെതിരെ കേസുണ്ട്, ലുക്കൌട്ട് നോട്ടീസ് ഉണ്ടെന്ന് CBI തന്നെ പറഞ്ഞു. ലുക്കൌട്ട് നോട്ടീസ് ഉള്ള ഒരാളെ വിമാനത്താവളത്തിൽ അറസ്റ്റ് ചെയ്യാൻ എന്താ തടസ്സം? MP ആണെന്നുള്ള തടസ്സമാണോ? തൃണമൂൽ MP ആണ് കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് അറസ്റ്റ് ചെയ്തത് ഈ വിമാനത്താവളത്തിൽ വെച്ച്. മധു കോട MP ആയിരിക്കുമ്പോൾ ജയിലിലാണ് കടന്നിരുന്നത്. മനസ്സിലായില്ലേ? MP ആണെന്നതുകൊണ്ട് പ്രത്യേക പരിരക്ഷ ഉണ്ടോ? നിയമം ബാധകമല്ലേ MP-ക്ക്? എന്താ ജോർജ് കുര്യൻ അഭിഭാഷകനല്ലേ? അതാണ് അദ്ദേഹത്തിന്റെ ധാരണ. എല്ലാവരും നിയമത്തിന്റെ മുമ്പിൽ തുല്യരാണ് എന്നത് നിയമത്തിലെ നിങ്ങളൊന്ന് ഞാൻ പറയുന്നത് കേൾക്കൂ. നിങ്ങൾ പറയുമ്പോൾ ഞാൻ ഇടപെട്ടിരുന്നോ? നിയമത്തിന്റെ മുമ്പിൽ എല്ലാവരും തുല്യരാണ് എന്നതാണല്ലോ ഒരു സാമാന്യമായ തത്വം. ഏത് കൊച്ചുകുട്ടിക്കും അറിയുന്ന തത്വമാണല്ലോ. ഇങ്ങനെ MP ആവുമ്പോൾ ശരിക്കും ഗവൺമെന്റിന് കൂടുതൽ സൗകര്യമാണുള്ളത്. എന്താണെന്നറിയാമോ? ഞാൻ പലതവണ വിദേശത്ത് പോയിട്ടുള്ളതാണ്, തോമസ് മാഷും പോയിട്ടുള്ളതാണ്. MP സാധാരണ പോകുമ്പോൾ ഗവൺമെന്റിനെ അറിയിക്കണമെന്നാണ്. 2 ക്ലിയറൻസ് ആവശ്യമാണ്. ഒന്ന് പൊളിറ്റിക്കൽ ക്ലിയറൻസ് ഹോം മിനിസ്ട്രിയിൽ നിന്ന് വേണം, മറ്റൊന്ന് ഹോസ്പിറ്റാലിറ്റി ക്ലിയറൻസ് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയിൽ നിന്നും വേണം. ഈ 2 ക്ലിയറൻസ് എഴുതി കൊടുത്തിട്ടാണ് സാധാരണ ഒരു MP-ക്ക് പുറത്തു പോകാനാവുക. അല്ലാതെ പോകുന്നത് തന്നെ വളഞ്ഞ വഴിയിൽ പോകുന്ന തോമസ് മാഷ് വിട്ടിരിക്കുന്നുണ്ടല്ലോ, പറയട്ടെ. ഞങ്ങളെല്ലാം സാധാരണ പോകുമ്പോൾ അങ്ങനെയാണ്. സെക്രട്ടറി ജനറലിനെ അറിയിക്കണം, എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി അറിയിക്കണം, ഹോം മിനിസ്ട്രിയെയും അറിയിക്കണം. അങ്ങനെയാണ് പോകുന്നത്. ഇവിടെ എങ്ങനെയാണ് വളരെ സൗകര്യപൂർവ്വം വിജയ് മല്യയെ പോലെ 9,000 കോടി ലൂട്ട് ചെയ്തിട്ടുള്ള ഒരാൾക്ക്, മാത്രമല്ല അദ്ദേഹത്തിനെതിരായിട്ട് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പ്രകാരം കേസുണ്ട്, അഴിമതി നിരോധന നിയമപ്രകാരം കേസുണ്ട്, എക്കണോമിക് ഒഫൻഡറാണ് അദ്ദേഹം. മാത്രമല്ല ക്രിമിനൽ കേസിലെ പ്രതിയാണ്. അദ്ദേഹത്തിന് സർവീസ് ടാക്സ് വെട്ടിച്ച കേസുണ്ട്. അതിന് പുറമെയാണ് ഡിഫോൾട്ട്, ഈ വായ്പ എടുത്ത് തിരിച്ചടയ്ക്കാത്ത പ്രശ്നം. അപ്പോൾ ക്രിമിനൽ കേസ്, അഴിമതി നിരോധന നിയമപ്രകാരം എല്ലാം ഉണ്ട്. അങ്ങനെ ഒരാൾക്ക് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച ഒരാൾക്ക് എങ്ങനെയാണ് വിമാനത്താവളം വഴിയല്ലാതെ ഇടവഴി വഴി രക്ഷപ്പെടാൻ പറ്റില്ലല്ലോ? ലണ്ടനിലേക്ക് വിമാനത്താവളം വഴിയല്ലേ പോയിട്ടുള്ളത്. അവിടെ എമിഗ്രേഷൻ ക്ലിയറൻസിന്റെ പ്രശ്നമുണ്ട്, ഉദ്യോഗസ്ഥന്മാരുണ്ട്, അവിടെ IB-യുടെ നിരീക്ഷണമുണ്ട്. ഇത്തരമൊരു വിൽഫോൾ ഡിഫോൾട്ടർ IB-യുടെ നിരീക്ഷണത്തിന് കീഴിലാവില്ലേ? അല്ലെങ്കിൽ ED-യുടെ നിരീക്ഷണത്തിന് കീഴിലാവില്ലേ? ജോർജ് കുര്യൻ പറയട്ടെ, അദ്ദേഹത്തെ 3 മാസം മുമ്പാണ് വിൽഫുൾ ഡിഫോൾട്ടറായിട്ട് പ്രഖ്യാപിച്ചത്. മനസ്സിലായോ? അതിനുശേഷം നരേന്ദ്രമോദി പങ്കെടുത്ത വിജ്ഞാൻ ഭവനിലെ ചടങ്ങിൽ മുൻനിരയിൽ 1ാമത്തെ വരിയിൽ അദ്ദേഹം ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതാണ് ഇവരൊക്കെ തമ്മിലുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. നരേന്ദ്രമോദി ഗവൺമെന്റാണ് നേരത്തെ ലളിത് മോഡി ഇന്ത്യയിൽ നിന്ന് രക്ഷപ്പെട്ടതുപോലെ ഇദ്ദേഹത്തിന് രക്ഷപ്പെടാനുള്ള സൗകര്യം ഒരുക്കിയത് ഈ ഗവൺമെന്റാണ്. ഈ ഗവൺമെന്റ് എന്നിട്ട് ജനങ്ങളെ വഞ്ചിക്കാൻ വേണ്ടി, കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഇദ്ദേഹം രക്ഷപ്പെട്ടു എന്ന് ഉറപ്പായിട്ട് കോടതിയിൽ പോയിട്ട് പറയുകയാണ് 2-ാം തീയതി ആൾ സ്ഥലം വിട്ടു എന്ന്. എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലായത് ഇദ്ദേഹം സ്ഥലം വിട്ടു എന്നുള്ളത്? ശരി, നിങ്ങൾക്ക് തടയാൻ കഴിയുമായിരുന്നില്ല നിങ്ങൾ പറയുന്നു. നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കി ഇദ്ദേഹം നാട് വിട്ടു പോയി? എങ്ങനെയാണ് നിങ്ങൾ കോടതിയിൽ 3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇദ്ദേഹം നാട് വിട്ടിരിക്കുകയാണ്, രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞത്? അത്രയ്ക്ക് നിങ്ങൾക്ക് ഉറപ്പാണോ അദ്ദേഹം രക്ഷപ്പെട്ടു കഴിഞ്ഞു, അദ്ദേഹം സേഫായി എന്ന്? അല്ല, ഈ രാജേഷ് പറയട്ടെ, ഏത് വിമാനത്താവളത്തിൽ കൂടെയാണ് മല്യ രക്ഷപ്പെട്ടതെന്ന് പഴയ കണക്ഷൻ അനുസരിച്ച് അറിയായിരിക്കും. രാജേഷ് അല്ലല്ലോ രാജ്യം ഭരിക്കുന്നത്, നിങ്ങളാണല്ലോ രാജ്യം ഭരിക്കുന്നത്. നിങ്ങളല്ലേ പറയേണ്ടത് അദ്ദേഹം ഏത് വിമാനത്താവളം വഴി പോയി എന്ന്? രാജേഷ് ഇപ്പൊ പറഞ്ഞല്ലോ, എയർപോർട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെ പിടിക്കും, ഇങ്ങനെ പിടിക്കും. ഒരു മോഷ്ടാവായിട്ടുള്ള അല്ലെ കള്ളത്തരം കാണിച്ച ഒരാൾ രക്ഷപ്പെടുന്നത് എയർപോർട്ടിൽ മുഴുവനാണ്, ഇന്ന എയർപോർട്ടിൽ കൂടെയാണ് അത് പോയിരിക്കുന്നു എന്ന് രാജേഷ് പറയുന്നു. എനിക്കറിയില്ല.
അപ്പോൾ അതുകൊണ്ട് നിയമപരമായിട്ടുള്ള എല്ലാ നടപടിയും സ്വീകരിച്ചിട്ടുണ്ട്. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കോടതികൾ ഇടപെട്ടിട്ടുണ്ട്. ഇതേ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ കർണാടക കോടതി പറഞ്ഞതാണ്. കർണാടക കോടതി നിയമത്തിന്റെ വഴിക്ക് പോകാനാണെങ്കിൽ നിങ്ങൾ ഇത് മൻമോഹൻ സിംഗിനെ തന്നെ ഏൽപ്പിച്ചാൽ പോരായിരുന്നോ? എന്തിന് നരേന്ദ്രമോദി ഇപ്പോൾ വന്നു? അല്ല, നിയമം ഞങ്ങൾ കയ്യിലെടുക്കണോ? ഇന്ദിരാഗാന്ധിയെ പോലെ കോടതി വിധി വന്നു കഴിയുമ്പോഴത്തേക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണോ? നിയമത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ പോകാൻ പറ്റുള്ളൂ. ഈ നേരത്തെ വിജയ മല്യയെ പിടിക്കാൻ പറ്റാത്തതാണെങ്കിൽ നിങ്ങൾ പുതിയ നിയമം ഉണ്ടാക്കണ്ടേ? നിങ്ങളുടെ നിയമത്തിന് കൂടുതൽ പല്ലും നഖവും ഉണ്ടാക്കണ്ടേ ശ്രീ ജോർജ് കുര്യൻ? അത് ചെയ്യാതെ ഇദ്ദേഹം രക്ഷപ്പെട്ടു എന്ന് ഇപ്പോൾ കരഞ്ഞിട്ട് കാര്യമുണ്ടോ? അതിന് പാർലമെന്റ് നടന്നിട്ട് വേണ്ടല്ലേ? നിയമം ഉണ്ടാക്കാൻ പോയിട്ട് GST പോലും ഇവിടുത്തെ പാവപ്പെട്ടവനും സാധാരണക്കാരനെ സഹായിക്കുന്ന GST പോലും പാസ്സാക്കാൻ സാധിക്കുന്നില്ല. പാർലമെന്റ് നടന്നിട്ട് വേണ്ടേ? ഈ പാർലമെന്റിൽ ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ, ഇത്തരം സംശയങ്ങൾ വരുമ്പോൾ എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി അതിന് മറുപടി പറയാത്തത്, ചർച്ചയ്ക്ക് അനുവദിക്കാത്തത്? ഇന്ന് രാഹുൽ ഗാന്ധി തന്നെ പറയുന്നുണ്ടായിരുന്നു, ഈ കാര്യം ചർച്ച ചെയ്യാൻ സർക്കാരിന്, വിജയ് മല്യയുടെ കാര്യം കേൾക്കാൻ പോലും സർക്കാരിന് താല്പര്യമില്ല, പറയാൻ അനുവദിക്കുന്നില്ല എന്ന്. അല്ലല്ലേ, തോമസ് മാഷ് പറയട്ടെ, ആ 10 വർഷം മൻമോഹൻ സിംഗ് എത്ര പ്രാവശ്യം മറുപടി പറഞ്ഞിട്ടുണ്ട്? എല്ലാ ചർച്ചയ്ക്കും പ്രധാനമന്ത്രി എഴുന്നേറ്റ് ജോർജ് കുര്യൻ ഇങ്ങനെ മൻമോഹൻ സിംഗിനെ പഠിക്കുകയാണ്. എന്ത് ചോദിച്ചാലും UPA സർക്കാർ അങ്ങനെ ചെയ്തു, ഞങ്ങളും അതുപോലെ ചെയ്യുന്നു. ഇപ്പോ മൻമോഹൻ സിംഗ് അങ്ങനെയാണ് ചെയ്തത്, അതുകൊണ്ട് നരേന്ദ്രമോദിയും ഒന്നും മിണ്ടാതിരിക്കുന്നു. പ്രൊഫസർ KV തോമസ് മാഷ്, താങ്കൾ തന്നെ പറയുക, നരേന്ദ്രമോദി നിശബ്ദനായിരിക്കുന്നതിന് നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാൻ അവകാശമില്ല. കാരണം ഡോക്ടർ മൻമോഹൻ സിംഗും ഈ 10 വർഷത്തിനിടയിൽ വല്ലപ്പോഴും ഒക്കെയാണ് മിണ്ടിയിട്ടുള്ളത്. അതിന് പഠിക്കുകയാണ് നരേന്ദ്രമോദി. മൻമോഹൻ സിംഗിനും നരേന്ദ്രമോദിക്കും വ്യത്യസ്തമായ ശൈലികളാണുള്ളത്. ഏറ്റവും വാചാലമായി എല്ലാ കാര്യത്തിനും റിയാക്ട് ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ പറഞ്ഞു MP ആയതുകൊണ്ട് തടയാൻ പറ്റില്ല. ഒരു MP യാത്ര ചെയ്യുമ്പോൾ സ്പീക്കറെ അറിയിക്കണം, പാർലമെൻ്ററി അഫയേഴ്സ് മിനിസ്റ്ററെ അറിയിക്കണം. അദ്ദേഹം ഏത് വിദേശ രാജ്യത്തിലോ അവിടെയുള്ള നമ്മുടെ വിദേശ കാര്യത്തെ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ ഉണ്ടാവും. ഇത് അവർക്കറിയില്ല. അപ്പോൾ എവിടെ പോയി എന്ന് ഈ ഗവൺമെൻറ് അറിയാമല്ലോ, അറിയില്ല എന്ന് പറയാൻ പറ്റുമോ? അതിനാണല്ലോ നമുക്ക് വിദേശത്ത് നമ്മുടെ എല്ലാ എയർപോർട്ടുകളിലും നമ്മുടെ ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഇതൊന്നും അന്വേഷിച്ചിട്ടില്ല. അതായത് മല്ലയ്യ MP ആയി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇതാണോ മറുപടി? അത് ശരിയായ തെറ്റിദ്ധരിപ്പിക്കുന്ന മറുപടി. രണ്ടാമത്, ഇവിടെ ഒരു പ്രധാനമന്ത്രിയുണ്ട്, എല്ലാ കാര്യത്തിലും റിയാക്ട് ചെയ്യുന്ന പ്രധാനമന്ത്രി. ഈ കാര്യത്തിൽ എന്തുകൊണ്ട് റിയാക്ട് ചെയ്യുന്നില്ല? 9,000 കോടി രൂപ തട്ടിച്ച് പുറത്തു പോയിരിക്കുന്നു. എന്ത് നടപടി ഗവൺമെൻറ് എടുക്കുമെന്ന് പറയേണ്ടത് പ്രധാനമന്ത്രി. മറ്റൊന്ന്, ഈ 9,000 കോടിയുടെ തട്ടിപ്പ് ഇന്നലെ അറിയുന്നതല്ല, ഇവിടെ പറഞ്ഞ് ഫെബ്രുവരി അറിഞ്ഞതല്ല. കഴിഞ്ഞ 2 വർഷങ്ങളായി ഈ വിവരം അറിയാം ഗവൺമെൻറ്റിന്. നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്റർക്ക് അറിയാം, റെയിൽവേ നമ്മുടെ റിസർവ് ബാങ്കിന് അറിയാം. അപ്പോൾ ഇതൊക്കെ അറിയാത്ത ഒരു കാര്യമാണോ? എന്തുകൊണ്ടും നടപടി, ഇതാ ചോദ്യം ഇപ്പോൾ വന്നിരിക്കുന്നത്. പാർലമെൻറ്റ് ചോദിച്ചാൽ എന്തുകൊണ്ടും നിങ്ങൾ നടപടിയെടുത്തില്ല? ഇത് ഫെബ്രുവരി 28-ാം തീയതി റേസ് ചെയ്തു എന്നുള്ളതിനപ്പുറത്ത് കഴിഞ്ഞ 2 വർഷമായി, അല്ലെങ്കിൽ അതിന് മുമ്പായിട്ട് ഈ പ്രശ്നങ്ങൾ അറിയാം. മല്ലയ്യ കോടിക്കണക്കിന് രൂപയുടെ ബാധ്യത ഉണ്ടാക്കിയിട്ടുണ്ട്, അത് തിരിച്ചു പിടിക്കാൻ കഴിയില്ല എന്നുള്ളവർക്ക് അറിയാം. എന്ത് നടപടിയെടുത്തു? അതിനാണല്ലോ ഈ ഗവൺമെൻറ്റിനെ കൊണ്ടുവന്നത് ജനങ്ങൾ. ഈ ഗവൺമെൻറ്റിന് 2 വർഷത്തിന് മുമ്പ് കൊണ്ടുവന്നത് ഇത്തരം കാര്യങ്ങൾക്ക് നടപടിയെടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതിന് നടപടിയെടുക്കാൻ ഈ ഗവൺമെൻറ് തയ്യാറാണോ? ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറാണോ? തെറ്റിപ്പോയെങ്കിൽ തുറന്നു പറയാൻ, ഞങ്ങൾക്ക് പാളിച്ചു പറ്റിപ്പോയി, ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല. അതുതന്നെയാണ് ഇനി ജനങ്ങൾ കാത്തിരിക്കുന്നത്. വിജയ് മല്യയെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കില്ലെങ്കിൽ അത് തുറന്നു പറയാൻ, രക്ഷപ്പെടാൻ വഴിയൊരുക്കിയത് ആരാണ് എന്ന് തുറന്നു പറയാനെങ്കിലും സർക്കാർ പാർലമെൻറ്റിൽ സമയം കണ്ടെത്തുമോ എന്നുള്ളതാണ് ഇനി കാത്തിരിക്കുന്നത്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് പ്രൊഫസർ KV തോമസ്, MP രാജേഷ് MP, ശ്രീ ജോർജ് കുര്യൻ. ഇടവേളയിലേക്ക്.